യോഗം വൈസ് പ്രസിഡന്റും NDA മുന്നണി കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട വിനീഷയുടെയും ചികിത്സയിലിരിക്കുന്ന ജിതിന്റെയും മക്കളായ ആരാധ്യയെയും അവ്നിയെയും കരിമ്പാടത്തെ ബന്ധുവീട്ടിലെത്തി സമാശ്വസിപ്പിച്ചു. ഈ കൂട്ടക്കൊലപാതകത്തിൽ കുട്ടികളുടെ മുത്തശ്ശൻ വേണു, മുത്തശ്ശി ഉഷ എന്നിവർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. കുട്ടികളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി ബന്ധുക്കളോട് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കും മുന്നോട്ടുള്ള ജീവിതത്തിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായി കരിമ്പാടം SNDP ശാഖയും പറവൂർ SNDP യൂണിയനും കുടുംബവും ഒത്തുചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി SNDP യോഗത്തിന് അടിയന്തരമായി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതോടൊപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും അടുത്ത ദിവസം തീരുമാനമെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. പറവൂർ SNDP യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PS ജയരാജ്, MP ബിനു, D ബാബു, കമ്മിറ്റി അംഗങ്ങളായ KB സുഭാഷ്, D പ്രസന്നകുമാർ, VN നാഗേഷ്, കണ്ണൻ കൂട്ടുകാട്, TM ദിലീപ്, VP ഷാജി കരിമ്പാടം, ശാഖാ പ്രസിഡന്റ് MR സുദർശനൻ, സെക്രട്ടറി EC ശശി, സുബിൻ, ബിജു, അരുൺ, യൂണിയൻ മൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ, അഖിൽ, ശാഖാ വനിതാ സംഘം സെക്രട്ടറി മായ, കുടുംബ യൂണിറ്റ് കൺവീനർമാർ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടികളുടെ നിലവിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമല്ല, തുടർ പഠനങ്ങൾക്ക് കൂടിയുള്ള സാധ്യത ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്.